2025 ജനുവരിയിൽ മുറിച്ച ന്യൂ ഇയർ കേക്കിന്റെ ടേസ്റ്റ് ഇപ്പോഴും നിങ്ങളുടെ നാവിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോഴേക്കും ഇതാ ഡിസംബർ എത്തിക്കഴിഞ്ഞു. 2026 കേക്ക് മുറിക്കാനുള്ള സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു മാസം പോയ പോലെയാണ് ഒരു വർഷം പോയത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പണ്ടൊന്നും നമുക്ക് ഇങ്ങനെ തോന്നിയിരുന്നില്ല. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുള്ള രീതിയിൽ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം വളരെ പെട്ടെന്ന് വർഷങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് വർഷങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തവർ, നമ്മളൊരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കണമെന്ന് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ടാർഗറ്റ് അവിടെ നിൽക്കുന്നു, പക്ഷെ നമ്മുടെ പ്രായം കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സമയം ഇത്ര വളരെ പെട്ടെന്ന് പോയതായി നമുക്ക് അനുഭവപ്പെടുന്നത്? ഇങ്ങനെ പോയാൽ മതിയോ? നമുക്ക് കുറച്ചുകൂടെയൊക്കെ സമയം വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ തോന്നൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനൊന്നാമത്തെ കാരണം റൊട്ടീൻ വർക്ക്സ് ആണ്. നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലച്ചോറിന് പുതിയതായിട്ടൊന്നും അവിടെ കണ്ടെത്താനില്ല. അതുകൊണ്ട് തന്നെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും യാന്ത്രികമായിട്ട് പോകും. നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഇല്ലാതെ തോന്നും. എന്തെങ്കിലും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസത്തെ കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ ചില പ്രത്യേക സംഭവങ്ങൾ നടന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ മുൻപും ശേഷവുമുള്ള പല കാര്യങ്ങളും എന്താണ് നടന്നതെന്ന് നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അതിന്റെ കാരണം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് റൂട്ടീൻ വർക്കിന്റെ കൂടെ എന്തെങ്കിലും മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദിവസം വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആയിരുന്നോ? കുട്ടിക്കാലത്ത് നമ്മൾക്ക് എല്ലാ ദിവസവും പുതിയതായിരുന്നു. പുതിയ പുതിയ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടായി. അതുകൊണ്ട് ഓരോ വർഷവും നമുക്ക് ഇത്ര പെട്ടെന്ന് പോയതായിട്ട് അനുഭവപ്പെട്ടില്ല. അതാണ് കുട്ടികൾക്ക് ഈ ഒരു ഫീലിംഗ് വരാത്തത്. രണ്ടാമത്തെ ഒരു കാരണം ഏജ് പെർസെപ്ഷൻ ആണ്, വയസ്സ്. ഒരു 10 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിലെ അതുവരെ ജീവിച്ച സമയത്തിന്റെ 10% അല്ലെ? 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ 10%. പക്ഷെ 50 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ജീവിതത്തിലെ 2% മാത്രമേ ആവുന്നുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. വയസ്സ് കൂടുന്തോറും നമ്മൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട്, നമ്മുടെ ലൈഫ് സൈക്കിളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് ചെറിയൊരു ശതമാനമാണ്. അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത് ഇത് വളരെ പെട്ടെന്ന് പോയതായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണമാണ് ബിസി ലൈഫ് സ്റ്റൈൽ. നമ്മൾ വളരെ തിരക്കാണ്, ആർക്കും ഒന്നിനും സമയമല്ല. നമ്മൾ എല്ലാ സമയത്തും സ്ട്രെസ് എടുത്തുകൊണ്ട് ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ സമയത്തും നമ്മൾ സ്ട്രെസ്ഡ് ആണ്. ഈ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിനിന് മറ്റൊന്നും ചിന്തിക്കാനോ കാണാനോ പോലും സമയമില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളാകെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ ഫുൾ ടൈം സ്ട്രെസ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലൂടെ നടക്കുന്ന കാര്യങ്ങളോ മുന്നിലൂടെ നടന്നു പോകുന്നതോ എല്ലാം തികച്ചും യാന്ത്രികമായിരിക്കും. നിങ്ങൾ അതൊന്നും കാണുന്നുണ്ടാവില്ല. നിങ്ങളുടെ കണ്ണ് കാണുന്നുണ്ടാവും, പക്ഷെ തലച്ചോറിലേക്ക് അതൊന്നും സേവ് ചെയ്യപ്പെടുന്നില്ല, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ബിസി ലൈഫ് സ്റ്റൈലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. അതെന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. അതാണ് ഒരു ബിസി ലൈഫ് സ്റ്റൈലാണ് ഇതിന് അടുത്തൊരു കാരണം. അടുത്തൊരു കാരണമായിട്ട് വരുന്നത് മൊബൈൽ ആൻഡ് സോഷ്യൽ മീഡിയ. നമ്മുടെ സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയുമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഷോർട്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ടിക്ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തെല്ലാം ഹൈ ഡോപ്പമിൻ ഹിറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഡോപ്പമിൻ ഹിറ്റാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ എന്നുള്ളത് നമുക്ക് ഒരു മിനിറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്ന് റീലുകൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഇരുത്തത്തിൽ നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കും. പക്ഷെ നമുക്കത് അറിയുന്നില്ല. നേരെ മറിച്ച്
അതേ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളൊരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇരിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ആ പെർസെപ്ഷന്റെ വ്യത്യാസമാണത്. നിങ്ങൾ റീല് കാണുന്ന സമയത്ത് ഫാസ്റ്റ് ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ എന്നുള്ളത് 1 മിനിറ്റായി തോന്നും. അപ്പൊ നമ്മൾ കുറെ സമയം ജീവിതത്തിൽ, ഒരു വർഷത്തിലെ അനവധി സമയം നമ്മൾ റീല് കണ്ടുകൊണ്ടും ടിക്ടോക്ക് കണ്ടുകൊണ്ടും ഷോർട്സ് കണ്ടുകൊണ്ടും എന്ത് ചെയ്തു, കളഞ്ഞു. അതൊരു എവിടെയും നമുക്ക് ഒരു നേട്ടം ഉണ്ടായില്ല, നമ്മുടെ മെമ്മറിയിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അതും വളരെ പെട്ടെന്ന് നമ്മുടെ മുന്നിലൂടെ പോയ വർഷങ്ങളൊക്കെ ബ്ലറായിട്ട് പോയി. പിന്നെ അടുത്തൊരു റീസൺ ആണ് ഫ്യൂവർ മൈൽ സ്റ്റോൺസ്. നമുക്കൊന്നും നേടാനായിട്ട് നമ്മുടെ മുന്നിൽ ലക്ഷ്യങ്ങളൊന്നുമില്ല. ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? കുട്ടിക്കാലത്താണെന്നുണ്ടെങ്കിൽ എക്സാം എഴുതണം, വെക്കേഷൻ ഉണ്ട്, ടൂറ് പോകണം, കുട്ടികളുടെ കൂടെ കളിക്കണം, പല സാധനങ്ങളും നമുക്ക് വാങ്ങിക്കണം, സൈക്കിൾ വാങ്ങണം, ഇങ്ങനെ പല പല മൈൽ സ്റ്റോൺസ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നേടാനുണ്ടാവുമ്പോഴേ നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാനും ആ കിട്ടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ഓരോ നേട്ടങ്ങളായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനും സാധിക്കുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സൈക്കിൾ എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് ബൈക്ക് വാങ്ങിച്ചത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വർഷങ്ങൾ പുഴ ഒഴുകുന്നത് പോലെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അതും ഒരു കാരണമാണ്. അടുത്ത ഒരു കാരണം ഇറഗുലർ സ്ലീപ്പാണ്. ഇറഗുലർ സ്ലീപ്പിംഗ്, ശരിയായ രീതിയിലല്ലാത്ത ഉറക്കം. നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ക്ലോക്കിന് ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പല സമയത്ത് തോന്നിയ പോലെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡി ക്ലോക്ക്, ബയോളജിക്കൽ ക്ലോക്ക് ആകെ തെറ്റും. നമ്മുടെ ചില ദിവസം നമ്മൾ 2 ദിവസമൊക്കെ യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് രാത്രി ഉറങ്ങാതെ പകലൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ചിലപ്പം പിറ്റേന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം രാവിലെ കിടന്നുറങ്ങുമല്ലോ. നമ്മൾ 2 ദിവസത്തേക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാതെ രാവിലെ വന്ന് കിടന്നുറങ്ങി വൈകുന്നേരം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ദിവസം ഏതാന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പല്ല് തേക്കാനൊക്കെയാണ് പോവുക. അതായത് നമ്മൾ ആ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ബോഡി ക്ലോക്കൊക്കെ തെറ്റി സമയം മൊത്തം താറുമാറായി ഏതാണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ വരും. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ സമയമില്ലാതെ പല പല സമയത്തൊക്കെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഈ ബോഡി ക്ലോക്ക് തെറ്റും, നമ്മുടെ ആ സന്തുലിതാവസ്ഥ തെറ്റിയിട്ട് നമുക്ക് സമയത്തിനെ കുറിച്ചൊരു ധാരണയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. നമുക്ക് എങ്ങനെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തെ പിടിച്ചു നിർത്താമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജീവിതം വളരെ വേസ്റ്റ് ആയി പോയതായിട്ട് നമുക്ക് ഡിപ്രഷനിലേക്ക് എത്തിപ്പോവാം. അതിൽ ഒന്നാമത്തെ കാര്യം, ട്രൈ ന്യൂ ആക്ടിവിറ്റീസ്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ന്യൂ ആക്ടിവിറ്റീസ്. ബ്രേക്ക് റൂട്ടീൻസ്. നമ്മുടെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക് ചെയ്യുക. മറ്റു പല ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. റൂട്ടീൻസ് എന്ന് പറഞ്ഞൊരു സംഭവം സ്ഥിരമായിട്ടുണ്ടാവരുത്. അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അതിനൊന്നും മാറ്റം വരുത്തുക. ഇന്ന് വരെയുള്ള റൂട്ടീൻ മാറ്റിയിട്ട് നാളെ മുതൽ അത് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസം വേറൊരു റൂട്ടീനിലേക്ക് മാറുക. റെഡ്യൂസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായിട്ട് റീലുകൾ കണ്ടിരിക്കുക, ഷോർട്സ് കണ്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള നമുക്ക് ഒരു ഉപയോഗമില്ലാത്ത കുറെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലേക്ക് ആ സമയം വിനിയോഗിക്കുക. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ്ഫുൾനെസ് വേണം, ഒരു തൃപ്തി വേണം. ആ ഒരു തൃപ്തരായി എന്നുള്ള മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക. ഒന്നിലും തൃപ്തരല്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മെയിൻറ്റെയിൻ പ്രോപ്പർ സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. ആവശ്യത്തിനുള്ള ഒരു 6 to 8 മണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂർ, ഒരു 8 മണിക്കൂർ വരെ ഉറങ്ങാൻ പറ്റിയാൽ വളരെ നന്നായി. 6 മണിക്കൂറിന്റെ 8 മണിക്കൂറിന്റെ ഇടയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുക. സെറ്റ് മന്ത്ലി ഗോൾ. ഓരോ മാസവും നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയ, റീല്, ഷോർട്സ്, അനാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിനും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ കഴിഞ്ഞ് ബാക്കി സമയം നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷങ്ങൾ മിന്നൽ പോലെ പോകുന്നത് മാറ്റിയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാനും കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവാനും അത് സഹായിക്കും. ഈ വർഷം ഇങ്ങനെ പോയി, പക്ഷെ അടുത്ത വർഷം മുതൽ ഈ ഒരു കാര്യം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ ഈ വർഷം വളരെ പെട്ടെന്ന് പോയതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.